ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 3-ാം വാരം വ്യാഴം. നാം വായിച്ചു കേൾക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഒരുപാട് കേട്ട് ശീലിച്ച ഒരു ചൊല്ലുണ്ടല്ലോ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചത്തായിരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതും അതുപോലെ ഇരുട്ടത്തായിരിക്കുന്നത് സുഖകരവുമായ കാര്യമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രശസ്തമായൊരു പരസ്യവാചകം ഇങ്ങനെയാണ്: ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഇത് രണ്ടും സുഖലോലുപതയെയും അതുപോലെ അലസതയെയും ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നമ്മോട് പറയുന്നു, ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടവരല്ല, മറിച്ച് ചിലതൊക്കെ പങ്കുവയ്ക്കേണ്ടവരാണ് നാമൊക്കെ. സുവിശേഷം പറയുന്നു, വിളക്ക് കൊണ്ടുവരുന്നത് പാറയുടെ കീഴിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനല്ല, മറിച്ച് പീഠത്തിൽ വയ്ക്കാനാണ്. ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളും നാം തിരിച്ചറിയണം. യേശു വിധക്കാരൻ്റെ വചനം പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ഉപമ പറയുക. അതിനാൽ ഈ ഉപമ വിധക്കാരൻ്റെ ഉപമയുടെ പശ്ചാത്തലത്തിലാണ് യേശു അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു പറയുന്നു, വചനം സ്വീകരിച്ചിട്ട് അത് ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് അത് പ്രഘോഷിക്കപ്പെടാനുള്ളതാണ്, അത് പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തിൻ്റെ പുത്രന്മാരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ഗുഹ സൂര്യനോട് പറയുന്നുണ്ട്, എന്നിൽ നിറയെ വെളിച്ചമാണ്, എന്നിൽ നിറയെ ഇരുട്ടും. അപ്പോൾ സൂര്യൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇരുട്ടിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഗുഹയുടെ ഭവനത്തിലേക്ക്, ഗുഹയുടെ ഉള്ളിലേക്ക് സൂര്യൻ കടന്നു ചെല്ലുന്നു. എന്നാൽ സൂര്യൻ വരുമ്പോൾ തന്നെ ഗുഹയിൽ വെളിച്ചം നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലരങ്ങനെയാണ്. പോകുന്നിടങ്ങളിലെല്ലാം അവർ ഇങ്ങനെ വെളിച്ചം പകരും. അവർ കടന്നു വരുമ്പോൾ ഏതിരട്ടും വഴിമാറും. അവരുടെ പ്രകാശം അവർ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചില മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ട്, അവർ ആൽമരം പോലെയാണ്. അത് ചുറ്റിലും തണൽ നൽകും, പക്ഷേ അതിൻ്റെ വേരുകൾ അതിൻ്റെ അടിത്തറയൊക്കെ ഇളക്കിക്കളഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ചിലരുണ്ട്, ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ വിളക്ക് പോലെ ജീവിക്കുന്നവർ. അത് നിൽക്കുന്നത് ഒരുപക്ഷെ ഇരുട്ടിലായിരിക്കും, എങ്കിലും അവർ ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെ വെളിച്ചം പകരും. നമുക്കറിയാം, ഈ വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെക്കുമ്പോൾ വിളക്കിൻ്റെ ചുറ്റിലും കുറച്ച്, കാടിൻ്റെ അരികിൽ കുറച്ച് ഇരുട്ടുണ്ടാവും. അതുപോലെയാണ്, കുറച്ചൊക്കെ കുറവുകളുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ അത്രയും പ്രകാശമൊന്നും അവർക്ക് നൽകാനായില്ലെങ്കിലും അവരുടെ വെളിച്ചം അവർ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ മാസമാണ് നാം ക്രിസ്തുമസ് ആഘോഷിച്ചത്. ക്രിസ്തുമസിന് പൊതുവെ നാം എല്ലാവരും ഒരു നല്ല അടിപൊളി വില കൂടിയ നക്ഷത്രങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ തൂക്കാറുണ്ട്. എന്നാൽ അതിനുള്ളിലെ ബൾബ് കൃത്യമായിട്ട് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തിനു കൊള്ളാം. ഇതുപോലെയാണ് വിളക്കും. വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആ വിളക്കിനായില്ലെങ്കിൽ ആ വിളക്കിൻ്റെ ധർമ്മം എന്താണ്? പിന്നെ ആ വിളക്ക് കൊണ്ട് എന്താണ് ഗുണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ വചനവും വിശ്വാസവും ഇരുളിൽ പ്രകാശിക്കുന്നതാകട്ടെ. ക്രിസ്തുവിൽ നിന്നും പകർന്നു കിട്ടിയ ആ വെളിച്ചം തീഷ്ണതയോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു താമര പോലെ വെളിച്ചത്തിൽ വിരിയുവാനും അതുപോലെ വെളിച്ചത്തിൽ കൂമ്പുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആ വെളിച്ചം പകർന്നു കൊടുക്കാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.